നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളെയും നടുക്കിയ ആ പ്രസ്താവന കേട്ടപ്പോഴാണ്. ഞാനും യാത്രയിലായിരുന്നു. യാത്ര മുറിച്ച് ഇവിടെ ഇറങ്ങിയത് പിന്നത്തേക്ക് മാറ്റിവെക്കാനാകാത്ത വിധം ഗൗരവമേറിയ പ്രസ്താവനയാണ് BJP നേതാവ് ശ്രീ V. മുരളീധരൻ ഇന്ന് ചെയ്തത് എന്ന കാരണത്താലാണ്. ആ പ്രസ്താവന നമ്മളെല്ലാവരും കണ്ടു കാണും, കേട്ട് കാണും. വാസ്തവത്തിൽ BJP എന്താണ്? ആ BJP നയിക്കുന്ന RSSൻ്റെ ദുഷ്ട മനസ്സ് എത്രമാത്രം ഭീകരമാണ് എന്നറിയിക്കുന്ന പ്രസ്താവനയാണ് മുൻ മന്ത്രിയും BJPയുടെ നേതാവുമായ V. മുരളീധരൻ്റെതായിട്ട് നമ്മളിന്ന് വായിച്ചത്. എത്ര ലാഘവത്തോടു കൂടിയാണ്, നിസ്സാരമായ മട്ടിലാണ് അദ്ദേഹം വയനാട്ടിലെ ജനങ്ങളുടെ ആ ദുരിതത്തെപ്പറ്റി പറഞ്ഞത്. നിസ്സാരമായിട്ട് ആർക്ക് പറയാൻ കഴിയും ഇങ്ങനെ? രാഷ്ട്രീയ ബോധം പോട്ടെ, സാമൂഹിക ബോധം പോട്ടെ, മനുഷ്യത്വം തൊട്ടു തീണ്ടിയവർക്കാർക്കും പറയാനോ ചിന്തിക്കാനോ കഴിയാത്ത വിധത്തിലുള്ള ക്രൂരമായ പ്രസ്താവനയാണ് BJP നേതാവ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വ്യക്തിയുടെ പ്രസ്താവനയല്ല, ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രസ്താവനയാണ്. മനുഷ്യത്വഹീനമായ ഒരാശയത്തിൻ്റെ പ്രസ്താവനയാണിത്. മനുഷ്യരെ മതവും ജാതിയും നോക്കി, സാമ്പത്തിക നിലവാരം നോക്കി തട്ടുകളായി വേർതിരിക്കുന്ന ആശയമാണ് BJP ആശയം. അതാണ് RSS പ്രത്യയശാസ്ത്രം. അതിൻ്റെ ഇരുണ്ട അറകളിൽ തലച്ചോറും മനസാക്ഷിയും പണയം വെച്ച നേതാക്കന്മാർക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അല്ലെങ്കിൽ വയനാട്ടിലെ പാവങ്ങളെപ്പറ്റി അവരിപ്പോഴും കാത്തിരിക്കുന്ന വേളയിൽ ആ ദുരന്തത്തിൻ്റെ ഭീകരമായ വലുപ്പം ഇത്രയും ചെറുതാക്കി വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു വാക്കുമുണ്ടാൻ ആർക്കും നാക്ക് പൊങ്ങില്ല. നാക്ക് പൊങ്ങണമെങ്കിൽ അവർ BJPക്കാരാകണം. നാക്ക് പൊങ്ങണമെങ്കിൽ അവർ RSSൻ്റെ ആശയങ്ങളെ വിഴുങ്ങിയവരാകണം. അതുകൊണ്ട് ഇത്രയും നീചമായ രീതിയിൽ, ഇത്രയും നിഷത്വഹീനമായ മട്ടിൽ വയനാടിനെയും കേരളത്തെയും അവഹേളിച്ച, കടന്നാക്രമിച്ച, നടുക്കിയ പ്രസ്താവന ചെയ്ത BJP നേതാവ് ശ്രീ മുരളീധരൻ നിരുപാധികം മാപ്പ് പറയണം. അദ്ദേഹം മാത്രം പറഞ്ഞാൽ പോരാ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്തയെയും ബോധത്തെയും ഇതുപോലെ പരിമപ്പെടുത്തിയ BJP നേതൃത്വം മാപ്പ് പറയണം. നരേന്ദ്രമോദി വയനാടിന് അർഹതപ്പെട്ട സഹായം തരാൻ ഇപ്പോഴും കൂട്ടാക്കാത്ത, ഓരോരോ മുളന്തന്യായം പറഞ്ഞുകൊണ്ട് വയനാടിനെ ദുരിതക്കയത്തിൽ മുക്കിത്തട്ടാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി മാപ്പ് പറയണം. ഇപ്പോൾ എല്ലാം വ്യക്തമാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് വയനാടിനുള്ള സഹായം നീണ്ടുപോകുന്നത്? എന്തുകൊണ്ടാണ് മോദി പറഞ്ഞ, നമ്മളെല്ലാം ഓർക്കുന്നുണ്ടല്ലോ ആ നാടകം, ദുരന്തമുണ്ടായത് ജൂലൈ മാസം 30-ാം തീയതിയാണ്. ആ 30-ൻ്റെ 11-ാം നാളിൽ പരിവാര സമേതം വന്നു പ്രധാനമന്ത്രി വയനാട്ടിലേക്ക്. പതിവുള്ള എല്ലാ ഭാവത്തോടു കൂടിയാണ് വന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നാടക സാമർഥ്യമെല്ലാം, നാട്യ സാമർഥ്യമെല്ലാം കാണിച്ചു. അവിടെ കുഞ്ഞുങ്ങളെ എടുത്തു, ഓമനിച്ചു, ഉമ്മ വെച്ചു, എല്ലാം ചെയ്തു. എല്ലാവരുടെയും കൂടിയാണെന്ന് പറഞ്ഞു. സർക്കാർ സാത്ത് എന്ന് അവിടെയും പറഞ്ഞു. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എല്ലാം ഞാൻ ഏറ്റുവെന്നും പറഞ്ഞു. അങ്ങനെ പോയ പ്രധാനമന്ത്രി ഇത്രയും നാളായിട്ടും ഒന്നും ചെയ്തില്ല വയനാടിന് വേണ്ടി, കേരളത്തിന് വേണ്ടി. ഇപ്പോഴും പറയുന്നത് എന്താ? സഹായിക്കേണ്ട കാര്യമില്ലെന്നാണ്. കേന്ദ്രത്തിലെ ഒരു മന്ത്രി കത്തയച്ചല്ലോ, ആ ദുരന്തം ഇത്ര വലിയ കാര്യമൊന്നുമല്ല, ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടി കേന്ദ്രം സഹായിക്കേണ്ട ഒരു കാര്യവുമില്ല, ഒരു പണവും തരേണ്ട കാര്യമില്ല. ഇപ്പം തന്നെ ദേശീയ ഹിതത്തിൻ്റെ പങ്കുവയ്ക്കുന്ന ഘട്ടത്തിൽ സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്ന പണമുണ്ടല്ലോ, ആ പണം മതിയാകും. അഡീഷണലായിട്ട് ഒരു ചില്ലിക്കാശ് പോലും കേരളത്തിന് കൊടുക്കേണ്ടതില്ല എന്ന് കത്തെഴുതിയ ഒരു മന്ത്രിയെ നാം കഴിഞ്ഞ ആഴ്ച കണ്ടു. അത്തരം മന്ത്രിമാർ, അവരെല്ലാം നയിക്കുന്ന പ്രധാനമന്ത്രി
അവരെല്ലാം നയിക്കുന്ന RSS പ്രത്യയശാസ്ത്രം, അതിൻ്റെ ഒരു മൗത്ത് പീസാണ് ഡി മുരളീധരൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, RSSൻ്റെയും BJPയുടെയും യഥാർത്ഥമായ മുഖം കേരളം വീണ്ടും കാണുകയാണ്. അതിന് മാപ്പ് കൊടുക്കാൻ പറ്റില്ല.